Welcome to my YouTube channel. എൻ്റെ ചാനൽ നെയിം മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ കണവ എങ്ങനെ വൃത്തിയാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ കണവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഒരു കണവ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ബോഡിയിൽ നിന്നും ഈ ഹെഡ് പോർഷൻ റിമൂവ് ചെയ്യണം. ഇതുപോലെ റിമൂവ് ചെയ്തിട്ടെടുക്കുക. ഈ കണവയുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ മഷി ഉണ്ടാവും. അതാണ് ഈ കറുത്ത നിറത്തിൽ കാണുന്നത്. ഇത് റിമൂവ് ചെയ്യണം. അത് പൊട്ടാതെ വേണം ഇതിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കുക. മിഡിലിൽ ഒരു റൗണ്ട് പാർട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് സ്ക്വീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം. ഇതും കളയാനുള്ളതാണ്. ഇതിൻ്റെ ബോഡി പാർട്ടിൽ ചെറിയൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഊരിപ്പോരും. അപ്പോൾ ഇതും കളയുക. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ കണവയുടെ ഈ സ്കിന്ന് റിമൂവ് ചെയ്യാം. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കണവ റെഡിയാണ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കണവയും നമുക്കിനി ക്ലീൻ ചെയ്ത് തുടങ്ങാം. പോർഷൻസ് ഇതുപോലെ റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു കറുത്ത കളറിൽ കാണുന്നതാണ് ഇത് കണവയുടെ മഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് പൊട്ടാതെ നമ്മൾ വളരെ സൂക്ഷിച്ച് റിമൂവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹെഡ് പോർഷനിൽ തന്നെ ഏറ്റവും സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ബോൾ പോലെ ഒരു അഴുക്ക് വരും. അപ്പോൾ ഇതും കളയുക. ഇത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന വരും. സോ അത് കളയാനുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ കണവയുടെ ബോഡിയിൽ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്കുണ്ട്. അപ്പോൾ ഇതും ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഊരിപ്പോരും. അപ്പോൾ അതും കളയുക. അത് കഴിഞ്ഞിട്ട് അതുപോലെ ഈ കണവയുടെ സ്കിന്നും റിമൂവ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. കണവയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 തവണ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ ഈ കണവ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിക്കുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചെടുത്ത് മാറ്റണം. പിന്നെ അതുപോലെ ഇതിൻ്റെ ഹെഡ് പോർഷനിൽ ഒരു മഷിയുണ്ട്. അപ്പോൾ ആ മഷിയും പൊട്ടാതെ തന്നെ റിമൂവ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൊരു മുത്ത് പോലെയുള്ളൊരു അഴുക്കുമുണ്ട്. അപ്പോൾ ഇത് ഇത്രയും എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണവ ക്ലീൻ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.